ദൈവപുത്രന്റെ അമ്മയാകാനുള്ള ഗബ്രിയേൽ ദൂതന്റെ മംഗളവാർത്തയ്ക്ക് സ്വതന്ത്ര സമ്മതം നൽകിയ നിമിഷം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ മറിയം ദൈവമാതാവ് എന്ന ഉന്നത പദവിയെ അലങ്കരിച്ചു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിന്റെ ചോദ്യവും പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃസ്ഥാനത്തിന്റെ സ്ഥിരീകരണമായിരുന്നു. AD 431 ചേർന്ന എഫേസോസ് സൂനഹദോസ് മറിയത്തിന്റെ ദൈവമാതൃത്വത്തെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. സഭ പഠിപ്പിക്കുന്നു, മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിന്റെ മകനായി തീർന്നവൻ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയും പിതാവിന്റെ നിത്യപുത്രനുമല്ലാതെ മറ്റാരുമല്ല. തന്നിമിത്തം തിരുസഭ ഉദ്ഘോഷിക്കുന്നു, മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അമ്മയാണ്. ദൈവത്തിന്റെ അമ്മ ദൈവപുത്രരായിത്തീർന്ന സകലരുടെയും കൂടി അമ്മയാണ് എന്ന സത്യവും ദൈവമാതൃത്വ തിരുനാളിൽ സ്മരിക്കുന്നു.